160 ലോക്സഭാ മണ്ഡലങ്ങളെ സ്വാധീനിക്കാൻ പോകുന്ന തരത്തിൽ രാജ്യത്ത് സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളുടെ സ്വാധീനം വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന UPA നയിക്കുന്ന കോൺഗ്രസിന് 12 കോടി ജനങ്ങളുടെ പിന്തുണയാണ് കഴിഞ്ഞ തവണ കിട്ടിയത്. രാജ്യത്ത് 9 കോടിയോളം പേർ ഇപ്പോൾ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ സജീവമാണ്. ഈ പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പരിധിയിൽ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളെ കൂടി ഉൾപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി മുതൽ സ്ഥാനാർത്ഥികൾ പത്രിക നൽകുമ്പോൾ ഒപ്പം തന്നെ അവരുടെ ട്വിറ്റർ, ഫേസ്ബുക്ക് അക്കൗണ്ടുകളെ സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ വിവരങ്ങളും നൽകേണ്ടതാണ്. ഇത് നമുക്ക് ഗുണം ചെയ്യുമോ? ഇത് സ്പെഷ്യൽ എഡിഷൻ അന്വേഷിക്കുന്നു പ്രത്യേകമായി. പ്രസാദ്, ഇങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുമോ സോഷ്യൽ മീഡിയകളെ? ഒപ്പം പെരുമാറ്റച്ചട്ടത്തിന്റെ പരിധിയിൽ സോഷ്യൽ മീഡിയകളെ കൊണ്ടുവരേണ്ടതുണ്ടോ? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പരിധിയിൽ സോഷ്യൽ മീഡിയയും ഉൾപ്പെടുത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓരോ സ്ഥാനാർത്ഥിയും തെരഞ്ഞെടുപ്പ് പത്രികയോടൊപ്പം അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങൾ കൂടി നൽകണം. സോഷ്യൽ മീഡിയ പ്രചാരണത്തിന് വേണ്ട ചെലവും തെരഞ്ഞെടുപ്പ് ചെലവിനൊപ്പം ഉൾപ്പെടുത്തും. ഫേസ്ബുക്ക്, ട്വിറ്റർ, ബ്ലോഗുകൾ തുടങ്ങിയ സോഷ്യൽ മീഡിയകളിലൂടെ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ പെരുമാറ്റച്ചട്ടത്തിന് കീഴിൽ കൊണ്ടുവന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കിയത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ സത്യവാങ്മൂലത്തിൽ തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ കൂടി നൽകണം. സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണങ്ങൾ തെരഞ്ഞെടുപ്പ് ചെലവായി കണക്കാക്കുകയും ചെയ്യും. ഇത്തരം പ്രചരണങ്ങൾക്കായി മുൻകൂട്ടി അനുമതി വാങ്ങിയിരിക്കണം. സംസ്ഥാനങ്ങളിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർമാർക്ക് ഇതു സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാർട്ടികളും തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങൾ നൽകണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടത്. സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണങ്ങൾ വ്യാപകമായ ശേഷം നടക്കുന്ന 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചരണ മാധ്യമവും സോഷ്യൽ മീഡിയ തന്നെയായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരം പ്രചരണങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ആവശ്യവുമായി ചില സംഘടനകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ന്യൂഡൽഹി. ഈ വിഷയം ചർച്ച ചെയ്യാൻ അതിഥികൾ നമ്മോടൊപ്പമുണ്ട്. സെബിൻ ജേക്കബ്, മാധ്യമപ്രവർത്തകൻ സുജ സൂസൻ ജോർജ് കോട്ടയം സ്റ്റുഡിയോയിൽ, ഒപ്പം തന്നെ അൽഫോൺസ് കണ്ണന്താനം തിരുവനന്തപുരത്ത് നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ശ്രീ അൽഫോൺസ് കണ്ണന്താനം, ഇന്ന് സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകൾ സജീവമായി രാജ്യത്തെ മെട്രോ നഗരങ്ങളിൽ പ്രത്യേകിച്ചും ഉപയോഗിക്കുന്നുണ്ട്. ഇതിലൂടെയുള്ള പ്രചാരണവും തങ്ങൾ ചെയ്തെടുത്തിട്ടുള്ള നാടിനു വേണ്ടി ചെയ്ത കാര്യങ്ങളുമെല്ലാം വളരെ സജീവമായി നമ്മുടെ ജനപ്രതിനിധികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്. നല്ല രീതിയിലുള്ള ആളുകളിലേക്ക് എത്താനുള്ള സംവിധാനമായി ഇത് ഉപയോഗിക്കുന്നുമുണ്ട്. ഈ തരത്തിൽ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളെ നിയന്ത്രിക്കുന്നതിന് തുല്യമല്ലേ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് കീഴിലേക്ക് ഇവരെ കൊണ്ടുവരുന്നത്? ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അനുവദിക്കപ്പെടേണ്ടതാണോ? താങ്കളുടെ അഭിപ്രായം എന്താണ്? എനിക്ക് തോന്നുന്നു ഇലക്ഷൻ കമ്മീഷൻ ഈ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം പുറത്തിറക്കിയിരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ലോകത്തിലെവിടെയും ആർക്കും എന്തു വേണമെങ്കിലും എഴുതാൻ പറ്റുന്ന, എന്തു വേണമെങ്കിലും പ്രചരിപ്പിക്കാൻ പറ്റുന്ന, ആളറിയാതെ സ്ഥലമറിയാതെ എഴുതാൻ പറ്റുന്ന ഒരു മീഡിയയാണ്. അതിനകത്ത് വിവരമുള്ള രാഷ്ട്രീയക്കാരനൊന്നും പരസ്യം കൊടുക്കാൻ പോലും. ഇപ്പം തന്നെ ഫേസ്ബുക്ക് ആണെങ്കിലും ഒക്കെ എടുത്താൽ അവരുടെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറഞ്ഞാൽ പരസ്യത്തിൽ കൂടിയാണ്. ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥിയും ഇലക്ഷൻ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയും ഫേസ്ബുക്കിലൂടെ പരസ്യം കൊടുക്കേണ്ട ആവശ്യമില്ല. പരസ്യം കൊടുത്താൽ ആരും നോക്കാനും പോകുന്നില്ല. നമ്മൾ പ്രചാരണം നടത്തുന്നത് നമ്മളുടെ കണ്ടന്റ് കൊടുത്താൽ, നമ്മൾക്ക് എന്ത് ആശയങ്ങളുണ്ടോ അത് ഫേസ്ബുക്കിലിട്ടും ട്വിറ്ററിലിട്ടൊക്കെയാണ് നമ്മൾ പ്രചരണം നടത്തുന്നത്. ആ പ്രചരണം നടത്തുന്നതിന് നമ്മൾക്ക് പൈസ മുടക്കൊന്നുമില്ല. ഒരൊറ്റ പൈസ പോലും ആരും മുടക്കേണ്ട കാര്യമില്ല. ലോകത്തിൽ എവിടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എഴുതാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നാമത് ഇതിൻ്റെ യാതൊരു ചിലവും വരുന്നില്ല ഇങ്ങനെയൊരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന്. രണ്ടാമത് ലോകത്തിൽ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഏത് സ്ഥാനാർത്ഥിയെ പറ്റി വേണമെങ്കിലും എഴുതാം. മൂന്നാമത് ഇങ്ങനെ സോഷ്യൽ മീഡിയയെ കൺട്രോൾ ചെയ്യാം എന്ന് ഇലക്ഷൻ കമ്മീഷന് എന്തെങ്കിലും വിചാരമുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇന്ത്യ സർക്കാർ തന്നെ ഇങ്ങനെ ഒരു കൺട്രോൾ കൊണ്ടുവരണമെന്ന് വിചാരിച്ചപ്പോൾ അവർ തന്നെ രാജ്യത്ത് ഒട്ടാകെ വലിയ പ്രശ്നം ഉണ്ടായപ്പോൾ അവർ തന്നെ അത് വിട്ടു. അപ്പോൾ ഇതൊക്കെ എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ഈ സോഷ്യൽ മീഡിയ എന്താകാണ്ട് മനസ്സിലാകാത്തത് കൊണ്ടുള്ള ചില വിഡ്ഢിത്തരങ്ങളാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശ്രീ അൽഫോൺസ് കണ്ണന്താനം, താങ്കളിലേക്ക് മടങ്ങി വരാം. സുജ സൂസൻ ജോർജ്, എങ്ങനെയാണ് സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞതുപോലെ ഒരു മനസ്സിലാകാത്തതിന്റെ പ്രശ്നമുണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം? ഏത് രീതിയിലാണ് സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കാൻ കഴിയുക എന്നത് എല്ലാവർക്കും അറിയാം. ഇതിൽ ഒരുപാട് അബദ്ധങ്ങളും കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ടി വരും. കാരണം ഒരാളിന് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്ന സോഷ്യൽ മീഡിയയിൽ ഒരാളിന് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്ന പ്രചാരണ തന്ത്രങ്ങൾ
അത് വളരെ ശക്തമായി, വളരെ ഫലപ്രദമായി, വളരെ ആസൂത്രിതമായി നിർവഹിക്കപ്പെടുമ്പോൾ അത്ര പ്രിയരല്ലാത്ത നേതാക്കൾ പോലും വലിയ രീതിയിൽ ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്ന അവസ്ഥയും ഒക്കെ തന്നെ ഈ സോഷ്യൽ മീഡിയ വഴി സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത്തരം പ്രശ്നങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടതില്ലേ? തീർച്ചയായിട്ടും. കാരണം വർത്തമാനകാലത്ത് ആശയ രൂപീകരണത്തിനും ആശയ പ്രചരണത്തിനും വലിയൊരു സ്വാധീനം ചെലുത്തുന്നുണ്ട് സോഷ്യൽ മീഡിയ. അത് നമുക്ക് നിഷേധിക്കാനാവില്ല. ഇപ്പം നേരത്തെ ഇവിടെ വാർത്തയിൽ പറഞ്ഞതുപോലെ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് പോലും 9 കോടി ജനങ്ങൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. പക്ഷേ 122 കോടി ജനങ്ങളിൽ 9 കോടി ജനങ്ങളെ ഇത് ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല. ഞാൻ പോലും ഇലക്ഷന് നിന്നപ്പോൾ അത്ര വലിയ തോതിലല്ലെങ്കിൽ പോലും സോഷ്യൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതെനിക്ക് ലോകത്തെമ്പാടും നിന്നുള്ള എൻ്റെ സുഹൃത്തുക്കളുടെയും എൻ്റെ ആശയത്തോട് സംവദിക്കുന്നവരുടെയും വലിയൊരു കൂട്ടായ്മ എനിക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട്. അത് വലിയ കാര്യം തന്നെയാണ്. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ കുറേ കാലഘട്ടത്തിലെ സമരം നോക്കുക. ആ സമരങ്ങളിൽ പോലും സോഷ്യൽ നെറ്റ്വർക്ക് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ രാഷ്ട്രീയ രംഗത്ത് നിന്ന് സോഷ്യൽ മീഡിയയെ മാറ്റി നിർത്താനാവില്ല. മറ്റൊന്ന്, ശ്രീ അൽഫോൺസ് കണ്ണന്താനം ധരിച്ചിരിക്കുന്നതിൽ അല്പം ഒരു പെശകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നു. BJP 200 കോടി രൂപയാണ് സോഷ്യൽ നെറ്റ്വർക്ക് വഴിയുള്ള പ്രചരണത്തിനായി നീക്കി വെച്ചിരിക്കുന്നതായിട്ട് അവരുടെ പത്രക്കുറിപ്പിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ന് വൻതോതിൽ പണം ആധിപത്യം ചെലുത്തുന്ന ഒരു മാധ്യമം കൂടിയായി മാറിയിരിക്കുന്നു. അപ്പോൾ മറ്റൊരു വശം നോക്കുമ്പോഴേക്കും ഇത് ഉപയോഗിക്കാൻ കഴിയാത്ത രാഷ്ട്രീയക്കാരുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇപ്പോൾ ബീഹാറിലോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലോ ഇത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ മായാവതിക്കോ ലാലു പ്രസാദ് യാദവിനോ പോലെയുള്ള ആളുകൾക്ക് സോഷ്യൽ നെറ്റ്വർക്ക് വഴി സംസാരിക്കാനാവുന്നില്ല. അതേസമയം നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരു രാഷ്ട്രീയക്കാരന് തിരിച്ചു വരാം. ശ്രീമതി സുജാ സൂസൻ, താങ്കളിലേക്ക് കൂടുതൽ വിവരങ്ങൾക്കായി സെബിൻ ജേക്കബ് മാധ്യമപ്രവർത്തകൻ ഉണ്ട് നമ്മോടൊപ്പം. ശ്രീ സെബിൻ, അതായത് ഈ തിരഞ്ഞെടുപ്പ് മുതൽ സ്ഥാനാർത്ഥിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷണത്തിലാകും. നിലവിൽ തന്നെ പത്രമാധ്യമങ്ങൾക്കും മറ്റു മാധ്യമങ്ങൾക്കും റെഗുലേഷൻസ് ബാധകമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ. ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമായി ഈ പുതിയ നീക്കത്തെ കാണാൻ കഴിയുമോ? ഒരു തരത്തിൽ അതിൻ്റെ എക്സ്റ്റൻഷൻ ആണെന്ന് പറയാം. അതായത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത് വ്യക്തികൾ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നതിനെ നിയന്ത്രിക്കാൻ എന്താണ് മാർഗം എന്ന് അവർക്ക് ഇതുവരെയും പിടികിട്ടിയിട്ടില്ല. അപ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ കമ്മ്യൂണിക്കേഷൻ വകുപ്പുമായിട്ട് കൂടിയാലോചിച്ച് അതിൻ്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റ് കാര്യങ്ങളാണ്, അതായത് സ്ഥാനാർത്ഥികൾ നേരിട്ട് പരസ്യം ചെയ്യുക, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ നേരിട്ട് പരസ്യം ചെയ്യുക. അപ്പോൾ ഇത്തരമുള്ള മാർഗങ്ങൾക്ക് എടുക്കുമ്പോഴത്തേക്ക് അത് തിരഞ്ഞെടുപ്പ് ചെലവിൽ അക്കൗണ്ടബിൾ ആക്കണം എന്നുള്ളതാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതിൽ ഒരു മുഖ്യ ഘടകം. ആ തരത്തിലുള്ള ഒരു ക്യാമ്പയിനിങ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ട് നടന്നിരുന്നു. അപ്പോൾ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ വെബ്സൈറ്റുകളെ റൺ ചെയ്യാനായിട്ട് അതിന് പിന്നിൽ ആളുകളെ അണിനിർത്തുന്നു. ഇപ്പോൾ ബാംഗ്ലൂർ കേന്ദ്രമാക്കി BJPയും ഡൽഹി കേന്ദ്രമാക്കി കോൺഗ്രസും അവരുടെ സോഷ്യൽ മീഡിയ ടീമിനെ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ടീം ഏറെക്കുറെ ഒരു പെയ്ഡ് സോഷ്യൽ മീഡിയ ടീം പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് തിരഞ്ഞെടുപ്പ് ചെലവിൽ അക്കൗണ്ടുകൾ ആക്കേണ്ടതുണ്ടെങ്കിൽ അത് എങ്ങനെ അക്കൗണ്ടബിൾ ആക്കും? ഇത് തങ്ങൾക്ക് പാർട്ടിയുമായിട്ട് നേരിട്ട് ബന്ധമില്ല, തങ്ങൾ വേറൊരു എൻറ്റിറ്റിയാണ് എന്ന് ഇവർ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അതിനോട് എങ്ങനെയായിരിക്കും നേരിടുക? ഇത്തരം കാര്യങ്ങളിൽ വ്യക്തതയില്ലായ്മ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. വേറെ ഒന്നുള്ളത് സോഷ്യൽ മീഡിയ എന്താണെന്നുള്ള നിർവചനമാണ്. അവർ 5 തരത്തിലാണ് സോഷ്യൽ മീഡിയ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, കൊളാബറേറ്റീവ് മീഡിയ എന്ന് പറയുന്ന വിക്കിപീഡിയയെ ഇതിനകത്തേക്ക് പെടുത്തിയിരിക്കുന്നു. വിക്കിപീഡിയ ഒരു പരസ്യ പ്രചാരണത്തിന് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള ഒരു ധാരണ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വന്നത് എന്നറിയില്ല. കാരണം അവിടെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വരുന്ന തരത്തിലുള്ള പരസ്യ സ്വഭാവത്തിലുള്ള ഒരു സംഭവം തന്നെ പോസ്റ്റ് ചെയ്യപ്പെടാൻ സാധാരണ വിക്കിപീഡിയയിൽ നിരന്തരം ഇടപെടുന്നവരാരും തന്നെ അനുവദിക്കാറില്ല. അപ്പോൾ തന്നെ അത് ചോദ്യം ചെയ്യപ്പെടുകയും മാറ്റുകയും ചെയ്യും. രണ്ടാമത് ബ്ലോഗ്സ്, മൈക്രോ ബ്ലോഗ്സ് ഒക്കെയാണ്, ട്വിറ്റർ പോലെയുള്ള സംഭവങ്ങൾ. ട്വിറ്റർ പ്രധാനമായിട്ടും വ്യക്തികളുടെ സോഷ്യൽ ഹാൻഡിലായിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്. സ്ഥാനാർത്ഥികളുടെ ട്വിറ്റർ ഹാൻഡിലിനേക്കാളേറെ മറ്റ് വ്യക്തികളുടെ ട്വിറ്റർ ഹാൻഡിലുകളാണ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
അവിടെ ഏത് തരത്തിലായി നിയന്ത്രണം ഉണ്ടാവുക? അതിനെ സംബന്ധിച്ച് ഒരു ധാരണയുമില്ല എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തേത് കണ്ടൻറ് കമ്മ്യൂണിറ്റീസ്, യൂട്യൂബ് പോലെയുള്ളത്. ഇപ്പോൾ യൂട്യൂബിൽ പ്രധാനമായിട്ടും നടക്കുന്നത്, ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഏറെ ഓടിയ 1-2 പ്രസംഗങ്ങളുണ്ട്. നാട്ടിൻപുറത്ത് നടന്ന ചില രാഷ്ട്രീയ പ്രസംഗങ്ങളുടെ ചില ക്ലിപ്പിങ്ങുകൾ എടുത്തിട്ട് ആ ക്ലിപ്പിങ്ങുകൾ പലര് ഷെയർ ചെയ്യുക, യൂട്യൂബിൽ അവരുടെ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതെടുത്ത് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതൊന്നും രാഷ്ട്രീയ പാർട്ടികൾ നേരിട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ ഇവിടെയും ഈ മൂന്നാമത്തെ സ്ഥലത്തും ഇതേ പ്രശ്നം കിടക്കുക. അതെ, താങ്കളിലേക്ക് ശ്രീ എം ലിജു നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ലിജു, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? സോഷ്യൽ മീഡിയയ്ക്ക് സ്വാധീനമുണ്ട് എന്ന കാര്യം പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ സോഷ്യൽ മീഡിയ വലിയ സ്വാധീനം ഉണ്ടാക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. പക്ഷേ എങ്ങനെയാണ് ഇത് നിയന്ത്രിക്കുക? എങ്ങനെയാണ് രാഷ്ട്രീയ കക്ഷികളെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ ഇതിന്റെ പരിധിയിൽ കൊണ്ടുവരിക? അത് എത്രമാത്രം സാധ്യമാണ്? എനിക്ക് ഈ ഉത്തരവ് ഇപ്പൊ പൂർണ്ണമായി എനിക്ക് ലഭിച്ച വിവരം അനുസരിച്ച് ഇത് അവ്യക്തമാണ്. കാരണം നമുക്കറിയാം, ഈ സോഷ്യൽ മീഡിയ എന്നത് ഒരു ഡെമോക്രാറ്റിക് മീഡിയയായി മാറിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യവസ്ഥാപിതമായ ഉടമസ്ഥാവകാശമുള്ള പത്രങ്ങളുടെയോ ചാനലുകളുടെയോ സഹായമില്ലാതെ വ്യക്തികളുടെയും സമൂഹത്തിന്റെയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു മാധ്യമമായിട്ട് സോഷ്യൽ മീഡിയ മാറിയിരിക്കുന്നു. അതിനെ തെരഞ്ഞെടുപ്പ് ചെലവിന്റെ പരിധിയിൽ കൊണ്ടുവരിക എന്നത് എനിക്ക് തോന്നുന്നു അത് അപ്രായോഗികമായ ഒന്നാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കൊരു രാഷ്ട്രീയ കക്ഷിയോട് എനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. രാഷ്ട്രീയ നേതാവിന്റെ അഭിപ്രായങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുകയും എനിക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം. അതിന് യൂട്യൂബ് ഉപയോഗിക്കാം, ഫേസ്ബുക്ക് ഉപയോഗിക്കാം, ട്വിറ്റർ ഉപയോഗിക്കാം, ഇത്തരം എല്ലാ തരത്തിലുള്ള മാധ്യമങ്ങൾ ഉപയോഗിക്കാം. അതിനെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു കണക്കിൽ കൊണ്ടുവരുന്നത് പ്രായോഗികമാകുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് ഇപ്പൊ ചില തരത്തിൽ നമുക്കറിയാം, ഇപ്പൊ ചിലപ്പോഴൊക്കെ തന്നെ നമുക്ക് വാർത്തകൾ വരുന്നുണ്ട്, സ്പോൺസേഡ് ആയ സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ. നമുക്കത് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. വളരെ ആസൂത്രിതമായി ചില തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുകയും ഫേസ്ബുക്ക് അക്കൗണ്ട് സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് നിഷേധിക്കുന്നില്ല. പക്ഷേ എന്നാൽ പോലും ഇത് കൃത്യമായി എങ്ങനെ നിർവചിക്കപ്പെടുമെന്നും ഇതെങ്ങനെ കൃത്യമായി അത്തരത്തിലുള്ള ഒരു പെയ്ഡ് വണ്ണാണെന്ന് മനസ്സിലാക്കപ്പെടുകയും ചെയ്യും എന്നുള്ളത് വളരെ ഇതുവരെ വ്യക്തമായിട്ടില്ലാത്ത ഒന്നാണ്. തിരിച്ചു വരാം ലിജു. ശ്രീമതി സുജ സൂസൻ, നേരത്തെ ശ്രീമതി സുജ സൂചിപ്പിച്ചതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ എല്ലാം തന്നെ രാജ്യത്തെ ഏറ്റവും ബുദ്ധിമാന്മാരായ വ്യക്തികളെ അവരുടെ ഇന്റർനെറ്റ് പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ശീലമുണ്ട്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി രാജേഷ് ജെയിനിനെയും ഇന്ത്യ വേൾഡ് വെബ് പോർട്ടലിൻ്റെ കൊണ്ടുവന്ന രാജേഷ് ജെയിനിനെയും അതോടൊപ്പം തന്നെ മഹേഷിനെയും പ്രചാരണത്തിന് വേണ്ടി ബുക്ക് ചെയ്തതായിട്ടുള്ള വാർത്തകൾ വന്നിരുന്നു. കോടിക്കണക്കിന് രൂപ ഇതിനായി ചിലവഴിക്കപ്പെടുന്നുണ്ട്. പണം ഇത്രയധികം ധൂർത്തിന് വിധേയമാക്കുന്നു എന്നതും ഇതിനെ കൂടി സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ചെലവിൽ ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം വന്നതോടുകൂടി ഇതിനെ നിയന്ത്രിക്കാൻ ഒരു പരിധിവരെയെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയില്ലേ? ആ അർത്ഥത്തിൽ ഇത് ശരിയായൊരു തീരുമാനമാണെന്ന് പറയാമല്ലോ. നേരത്തെ ഇവിടെ പലരും സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇലക്ഷൻ കമ്മീഷൻ്റെ പൂർണ്ണമായി എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുള്ളത് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. എങ്കിൽ പോലും ഇന്ന് നിലവിൽ പ്രിന്റ് മീഡിയയ്ക്കും വിഷ്വൽ മീഡിയയ്ക്കും എന്തൊക്കെ നിയന്ത്രണങ്ങളുണ്ടോ ആ നിയന്ത്രണങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയ്ക്കും ഉണ്ടാവേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പം നരേന്ദ്രമോദിയുടെയോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ആവട്ടെ എത്രയോ കോടി രൂപ ചെലവഴിച്ചിട്ടാണ് അവരുടെ പ്രചരണം. നാളത്തെ പ്രധാനമന്ത്രി എന്നുള്ളത് ഇന്ത്യയിലുടനീളം അവർ പ്രചരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളിൽ എത്രയോ കോടി രൂപ ചെലവഴിക്കുന്നു. അപ്പോൾ ഈ അടുത്ത കാലത്ത് പുറത്തു വന്നൊരു കാര്യം, ഇതിനകത്ത് പകുതി ഫേക്ക് ഐഡിയ ആണ്. അത്തരത്തിൽ ഒരു പ്രത്യേകതരം രാഷ്ട്രീയക്കാരെ കപടമായി സൃഷ്ടിക്കാനും കൂടി ഈ സോഷ്യൽ മീഡിയയ്ക്ക് കഴിയുന്നുണ്ട്. എന്നിട്ട് ഈ ഔട്ട്ലുക്കിൻ്റെ പുതിയ ലക്കം പരിശോധിക്കുന്നത് ഇത് തന്നെയാണ്. ഇപ്പോൾ ഗൂഗിള് അല്ലെങ്കിൽ നമുക്കറിയുന്ന യാഹൂ അല്ലെ വിക്കിപീഡിയ ഇതെല്ലാം തന്നെ ഇതിൻ്റെ ഉടമസ്ഥർ US കമ്പനികളാണ്. അപ്പോൾ ഇതിനകത്ത് എത്രമാത്രം നമ്മുടെ അടുത്ത രാഷ്ട്രീയ അധികാരത്തെ നിർണ്ണയിക്കാൻ ഈ US കമ്പനികൾ ഇടപെടുന്നുണ്ട് എന്നുള്ളത് പോലും നമുക്കറിയില്ല. എന്നാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്താൽ നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതിനനുസരിച്ച് ഉടൻ തന്നെ വലതുവശത്തോ ഇടതുവശത്തോ അഡ്വർടൈസ്മെൻറ്റ് വന്നു കഴിഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം. ഈവൻ നമ്മളൊരു മെയിൽ അയക്കുകയാണെങ്കിൽ ആ മെയിലിലെ കണ്ടൻറ്റിനനുസൃതമായ പരസ്യം വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതൊന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ ഒന്നും രഹസ്യമല്ല.
എല്ലാം തന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിന് വളരെ സങ്കീർണമായ ഒരവസ്ഥ ഇന്ന് ഈ നവമാധ്യമത്തിൽ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമത്തിൻ്റെ കാര്യത്തിൽ നിലവിലുണ്ട്. അപ്പോൾ അത് എത്രമാത്രം നമുക്ക് നിയന്ത്രിക്കാനാവും, എത്രമാത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെയുള്ള ഒരു ഏജൻസിക്ക് അതിനെ എത്രമാത്രം നിയന്ത്രിക്കാനാവും എന്നൊന്നും പറയാൻ കഴിയില്ല. അൽഫോൺസ് കണ്ണന്താനം, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം 44 ലക്ഷം ഫേസ്ബുക്ക് ലൈക്കുകളുണ്ട്, 23 ലക്ഷം ട്വിറ്റർ ഫോളോവേഴ്സ് ഉണ്ട്. ഇതൊക്കെ തന്നെ വളരെ ശാസ്ത്രീയമായും പ്രൊഫഷണലായും രൂപപ്പെടുത്തിയെടുക്കുന്നതാണ്, ആസൂത്രിതമായി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇതിനുവേണ്ടി വലിയ തുക ചെലവഴിക്കപ്പെടുകയും ചെയ്യുന്നു. നേരത്തെ സുജ സൂചിപ്പിച്ചതുപോലെ വൻ തുക ചെലവഴിച്ചുകൊണ്ട് ഇത്തരം പ്രചാരണങ്ങൾ ഇന്റർനെറ്റിലൂടെ നടത്തുമ്പോൾ അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെലവിന്റെ പരിധിയിൽ ഉൾക്കൊള്ളിക്കുന്നതിൽ എന്ത് അസ്വാഭാവികതയാണുള്ളത്? ഇത് സുജ സുസൻ ജോർജിന് ഇത് മനസ്സിലാകാതെ വെറുതെ രാഷ്ട്രീയവും ഐഡിയോളജിയും വെറുതെ സംസാരിക്കുക. ഞാൻ മോദിയുടെ കണ്ടൻറ്റ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് കഴിഞ്ഞ 1 വർഷമായിട്ട്. എനിക്ക് മോദി ഒരു പൈസ തരുന്നില്ല, ഞാൻ എല്ലാ ആഴ്ചയും പോസ്റ്റ് ചെയ്യുന്ന ആളാണ്. ഇങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ ലോകത്തിലെല്ലായിടത്തും മോദിയുടെ നിന്ന് ഒരു പൈസ മേടിക്കാതെ കണ്ടൻറ്റ് മോദിയെപ്പറ്റിയും നല്ല ഭരണത്തെപ്പറ്റിയും ഇന്ത്യയിൽ എന്തുകൊണ്ട് നല്ല ഭരണം വരണമെന്നും ആ നല്ല ഭരണം വരണമെങ്കിൽ മോദി ഇവിടെ പ്രധാനമന്ത്രിയാകണമെന്നും ഞങ്ങളെല്ലാം കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആളാണ്. ഞാൻ മോദിയുടെ നിന്ന് ഒറ്റ പൈസ മേടിക്കുന്ന ആളല്ല. അതുകൊണ്ട് സുസൻ ജോർജ് കോടിക്കണക്കിന് പൈസ മുടക്കിയിട്ടാണ് മോദിയുടെ പറ്റി ആൾക്കാർ എഴുതുന്നതെന്നും മോദി അതുകൊണ്ട് കോടിക്കണക്കിന് പൈസ മുടക്കുന്നതൊക്കെ വെറുതെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാലൊന്നും ശരിയാവൂല. ഇതൊക്കെ ചുമ്മാ തെറ്റാണ്. നിങ്ങൾ ശ്രീ അൽഫോൺസ് കണ്ണന്താനം, എനിക്ക് തോന്നുന്നു ശ്രീ അൽഫോൺസ് കണ്ണന്താനം, ക്ഷമിക്കണം ഇടപെടുന്നതിന്. എനിക്ക് തോന്നുന്നു താങ്കൾ ഈ വിഷയത്തിൽ സുജ സൂസനോട് വിയോജിക്കുമ്പോൾ തന്നെ അതിന് പിന്നിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് എന്ന് തോന്നുന്നു. ശ്രീ അൽഫോൺസ് കണ്ണന്താനം, BJPയുടെ ഐഡിയോളജിയിൽ വിശ്വസിക്കുകയും അത് പിന്തുടരുകയും ചെയ്യുന്ന താങ്കൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നതും അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതുമല്ല, അതിനപ്പുറം തൻ്റെ സ്വന്തം കാര്യങ്ങൾ നേട്ടമായി ഉയർത്തിക്കാട്ടാനും അതുവഴി പ്രചാരണം നടത്താനും വൻകിടക്കാർക്ക് കോടികൾ ചിലവഴിച്ച് ട്വിറ്റർ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ വഴി അതിൻ്റെ മുഴുവൻ ചുമതലയും ഏൽപ്പിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടിക്കണക്കിന് രൂപ ചെലവിടുന്നു എന്ന് സുജ സൂസൻ പറഞ്ഞത്. അതാണ് ഒരു തിരുത്ത്. ഇനി താങ്കൾ പറയും. 2 കാര്യങ്ങൾ. ഒന്ന്, അങ്ങനെ ഏതെങ്കിലും കമ്പനിയെ നമ്മൾ ഏൽപ്പിച്ചിട്ട് കണ്ടൻറ് ഉണ്ടാക്കാൻ ഏതെങ്കിലും കമ്പനിയെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ടൻറ്റിൻ്റെ വരുന്ന തുക അത് പബ്ലിസിറ്റി തുകയാണ്. അത് തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷന് ഇപ്പോൾ തന്നെ ഇലക്ഷൻ എക്സ്പെൻസസിൽ വരുത്തും. അതിൻ്റെ ഇപ്പോൾ സോഷ്യൽ മീഡിയ കണ്ടന്റ് പറയണ്ട, ഇപ്പോൾ നിലവിലിരിക്കുന്ന നിയമം അനുസരിച്ച് തന്നെ നമ്മളിങ്ങനെ അത് പബ്ലിസിറ്റി തുകയിൽ അത് BJPയുടെ എക്സ്പെൻസിൽ വരുന്നതാണ്. അതിന് യാതൊരു സംശയം വേണ്ട. അത് സോഷ്യൽ മീഡിയ കണ്ടന്റിനെ കൺട്രോൾ ചെയ്യുന്ന നിയമത്തിനകത്ത് വരുത്തേണ്ട കാര്യമില്ല. ഇപ്പം തന്നെ അതിൻ്റെ തുക വരുന്ന എക്സ്പെൻസസ് ഇപ്പം തന്നെ അതിൻ്റെ കീഴിൽ വരും. അതിൻ്റെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ എക്സ്പെൻസ് വരുള്ളൂ. ഇപ്പോൾ ചിലവഴിക്കുന്ന തുക വരികയില്ല. അപ്പോൾ ഏത് പാർട്ടിക്ക് വേണമെങ്കിലും, കോൺഗ്രസ് വേണമെങ്കിലും, കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണമെങ്കിലും, CPM വേണമെങ്കിലും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ഏത് കണ്ടന്റ് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കൊടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ ഇടാം. സുസൻ ജോർജിന് വേണമെങ്കിൽ ഇടാം, വേണമെങ്കിൽ ഇട്ടോളൂ, ആർക്കും കുഴപ്പമില്ല. എന്താ ഇപ്പോൾ പ്രശ്നം? എന്താ? മോദി ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഹിറ്റായി വരിക. അപ്പം കുറേ ആൾക്കാർക്ക് വലിയ പ്രശ്നമുണ്ട്. കാരണം ഈ കണ്ടന്റ് കാണുമ്പോഴൊക്കെ മോദിക്ക് എത്ര അച്ചീവ്മെൻ്റ് ഉണ്ടെന്ന് കാണുമ്പോൾ പലർക്കും അസൂയ. വലിയ പ്രശ്നങ്ങളാണിത്. അയ്യോ, ഞങ്ങളുടെ നേതാവിന് എന്താ കാണിക്കാൻ ഇവിടെ ഒന്നും ഇല്ലല്ലോ, മോദിക്ക് ഇതാ ധാരാളം കാര്യങ്ങൾ കാണിക്കാനിരിക്കുന്നു എന്ന് കാണുമ്പോൾ വലിയ പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ സോഷ്യൽ മീഡിയ കൺട്രോൾ കൊണ്ടുവരണമെന്നുള്ള ഈ ആശയത്തിന് പിന്നിൽ തന്നെ മോദി വളരെ പോപ്പുലറായിട്ട് വരുന്നു. ലോകത്തെല്ലാവരും പോപ്പുലറായിട്ട് വരുന്നു. ഇന്ത്യയിൽ തന്നെ ഇന്ന് ചെറുപ്പക്കാർ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ആകെ കാണുന്നത് മോദി അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, അദ്ദേഹം പ്രധാനമന്ത്രിയാൽ ഇതൊക്കെ സംഭവിക്കൂ എന്നൊരാശയം വന്നപ്പോൾ തന്നെ ഇലക്ഷൻ കമ്മീഷൻ, അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ ഇലക്ഷൻ കമ്മീഷണർമാർ, അവർക്ക് തോന്നി എന്നാൽ ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്തേക്കാം. ഇതൊക്കെ വിഡിത്തരങ്ങളാണ്. ഈ ലോകത്തിൽ നിന്ന് ആർക്കും ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റൂല. ആശയങ്ങളെ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റൂല. ആശയങ്ങൾ എല്ലായിടത്തും റീച്ച് ചെയ്യും. ഇതിനെ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റൂല. ആശയങ്ങളെ ആ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അത് മോദി ആയിക്കൊള്ളട്ടെ, ആരായിക്കൊള്ളട്ടെ, സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള പ്രചാരണങ്ങൾ അത് കോടികൾ മുടക്കി നടത്തുന്ന പ്രചാരണങ്ങൾ ആണ് എങ്കിൽ അത് തെരഞ്ഞെടുപ്പ് ചെലവിൽ ഉൾക്കൊള്ളിക്കണം. സ്വാഭാവികമായും അതിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം, എല്ലാം തന്നെ സംഭവിക്കണം. പക്ഷേ അതോടൊപ്പം സാധാരണ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന വിനിമയങ്ങൾ
അതിൽ എന്ത് നിയന്ത്രണമാണ് കൊണ്ടുവരാൻ കഴിയുക? അത്തരം നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്നത് ഒരു അശുഭകരമായ ഒരു ചിന്തയിലേക്കല്ലേ പോക്ക്? അത് നമ്മുടെ ജനാധിപത്യത്തിന് ഗുണം ചെയ്യുമോ? ഞാനിതിനെ രണ്ട് തലത്തിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നേരത്തെ പറഞ്ഞതുപോലെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ഇഷ്ടമുള്ളൊരു നേതാവിനെ എൻഡോഴ്സ് ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് രാഹുൽ ഗാന്ധിയുടെ നയത്തിനോട് യോജിപ്പുള്ള ആളാണ്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ കാര്യങ്ങൾ എനിക്ക് എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ, ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യാം. ഉടൻ തന്നെ അത് കോൺഗ്രസിന്റെ കണക്കിൽ എടുത്തു, അതിന് ഇത്ര രൂപ എക്സ്പെൻസ് ഉണ്ട് എന്ന തരത്തിലൊക്കെ കണക്കിലെടുക്കുന്നത് ഒരിക്കലും അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഒരു വിലങ്ങുതടിയായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. പക്ഷെ ചില ആസൂത്രിതമായി നേരത്തെ പറഞ്ഞതുപോലെ കോടിക്കണക്കിന് രൂപയ്ക്ക് ടെക്കീസിനെ വിലക്കെടുത്ത് വെബ്സൈറ്റുകൾ സൃഷ്ടിക്കുകയും അതിലൂടെ ഇത്തരം ആശയപ്രചരണത്തിന് വേണ്ടി മാത്രം, അതായത് കുപ്രചരണങ്ങൾ, മറ്റു തരത്തിലുള്ള പ്രചരണങ്ങൾ, ഇത് മാത്രം തരത്തിൽ വിടുമ്പോൾ അതിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നിടത്ത് നല്ലതാണ്. കാരണം മറ്റു തരത്തിലുള്ള ഇത്തരത്തിൽ പ്രചരണത്തിന് ശേഷിയില്ലാത്ത വ്യക്തികൾക്ക്, അതായത് ആശയപരമായ ഒരു പ്രതിബദ്ധതയ്ക്കപ്പുറത്ത് ഒരു പ്രൊഫഷണൽ മൈൻഡോടി അത്തരത്തിൽ കാണാൻ ശ്രമിക്കുന്നതിനെ ഒരു റെഗുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ശരിയാണ്. പക്ഷെ എനിക്കിപ്പോഴും ഈ കാര്യത്തിൽ അവ്യക്തതയുണ്ട്. എത്തരത്തിൽ അതിനെ നമുക്ക് നേരിടാൻ സാധിക്കുമെന്ന കാര്യത്തിൽ അതിൽ അവ്യക്തതയുണ്ട്. പക്ഷെ ഒരു തരത്തിലും ഒരു വ്യക്തിയുടെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തെ, ഒരു നവമാധ്യമത്തെ, ഒരു ജനാധിപത്യ സ്വഭാവമുള്ള, അപ്പൊ നേരത്തെ തന്നെ നമുക്കറിയാം, ഇപ്പൊ ചന്ദ്രലേഖ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ അവരുടെ പാടാനുള്ള ശേഷി ഈ രാജ്യത്തെ പ്രിന്റ് മീഡിയങ്ങളും അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളും ഒന്നും സ്പോൺസർ ചെയ്യാതിരിക്കുമ്പോഴും ഒരു സ്വതന്ത്ര മാധ്യമത്തിലൂടെ തന്റെ ഒരു യൂട്യൂബിലൂടെ അത് പോസ്റ്റ് ചെയ്ത് കോടിക്കണക്കിന് ആളുകൾക്ക് കാണാനുള്ള അവസരമുണ്ടാക്കി അവരുടെ പ്രതിഭയെ തിരിച്ചുള്ള ഒരു അവസരമുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ മാധ്യമത്തിന്റെ ജനാധിപത്യ സ്വഭാവത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. ഇത് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു വിവേചനമുണ്ടായി അത് കൃത്യമായ അതിർവരമ്പുകൾ ഉണ്ടാകുന്നതായിരിക്കും ശരി. തിരിച്ചു വരാം. ശ്രീ അൽഫോൺസ് കണ്ണന്താനം, ഈ ചർച്ച തുടർന്ന് പോകുന്നതിന് മുൻപ് ഇടയ്ക്കൊരു കാര്യം കൂടി താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. മോഡിയുടെ ട്വിറ്റർ അക്കൗണ്ട് 1 മില്യനായി തികഞ്ഞപ്പോൾ ലണ്ടൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം എഞ്ചിനീയർ തുടങ്ങിയ സ്റ്റാറ്റസ് പീപ്പിൾ പുറത്തുവിട്ടത് 46% വരുന്ന മോഡിയുടെ അക്കൗണ്ടുകളും ഫേക്ക് ആണെന്നും 41% ഇന്നാക്റ്റീവ് ആണെന്നുമാണ്. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ അക്കൗണ്ട് നമ്മൾ നോക്കിയപ്പോൾ അതിനകത്ത് ഏതാണ്ട് 90% ആൾക്കാരും കിർഗിസ്ഥാന്, ഉസ്ബെക്കിസ്ഥാന് ഇങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് നമ്മൾ കണ്ടുപിടിച്ചു 90% ആൾക്കാരും. അപ്പോൾ എവിടുന്ന് അക്കൗണ്ടിൽ ആൾക്കാർ വരുന്നു, എവിടുന്ന് വരുന്നില്ല, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ആർക്ക് വേണമെങ്കിലും എവിടുന്ന് വേണമെങ്കിലും ഫേക്ക് അക്കൗണ്ട് തുടങ്ങാം. എല്ലായിടത്തും ഫേക്ക് അക്കൗണ്ടുകളുണ്ട്. അതിനകത്ത് മോദിയുടെ എത്ര ശതമാനമാണെന്ന് എനിക്കറിഞ്ഞുകൂടാ, രാഹുൽ ഗാന്ധിയുടെ എനിക്കറിഞ്ഞുകൂടാ. ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാവും. നമ്മൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ശരി, ലോകം മുഴുവൻ മോദിയെ വാഴ്ത്തിക്കൊണ്ട് വരുന്നു, അദ്ദേഹം ഒരു ഹിറ്റ് ആകുന്നു ഇന്റർനെറ്റിലൂടെ എന്ന താങ്കളുടെ പരാമർശത്തിന് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം പറയൂ. അതിനകത്ത് ഞാൻ പറഞ്ഞോട്ടെ, ലോകം മുഴുവൻ മോദിയെ വാഴ്ത്തുന്നു, മോദി ദൈവമാണെന്ന് ഞാൻ പറഞ്ഞില്ല. ലോകം മുഴുവൻ എവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോദി എങ്ങനെ പ്രവർത്തിക്കുന്നു, മോദിയുടെ അജണ്ട എന്താണ്, അതിനെതിരെ രാഹുൽ ഗാന്ധിയുടെ അജണ്ട എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് ആരാണ് മെച്ചമെന്ന് നോക്കിക്കൊണ്ട് ഈ മനുഷ്യരെ എവാലുവേറ്റ് ചെയ്യുന്നു. മോദിയാണോ മെച്ചം, രാഹുൽ ഗാന്ധിയാണോ മെച്ചം, അതനുസരിച്ചാണ് ആൾക്കാർ ലൈക്ക് ഡിസ്ലൈക്ക് എന്നൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇന്ന് കാണിക്കുന്നത്. അതെന്താ കാണിക്കുന്നത്? മോദിക്കിതാ 90% ആൾക്കാരും എൻഡോഴ്സ് ചെയ്യുന്നു, ഈ മനുഷ്യനാണ് ഇന്ത്യക്ക് പറ്റിയ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് എൻഡോഴ്സ് ചെയ്യുന്നു. അത് ഞാൻ സെബിൻ ജേക്കബ്, ഇതിനെ ഏത് രീതിയിൽ സമീപിക്കണം എന്നത് തന്നെയാണ് പ്രശ്നം. ഒരു ഭാഗത്ത് വലിയ തുക ചെലവഴിച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങൾ, അത് അനുകൂലമായും പ്രതികൂലമായും പ്രചാരണ തന്ത്രങ്ങൾ ഫേക്ക് ഐഡിയിലൂടെ ഒരാളിൻ്റെ എന്ന വ്യാജേന ഉണ്ടാക്കുന്ന ഐഡിയിലൂടെ അയാളെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ പോലും നടക്കുന്ന ഒരു അവസ്ഥ, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് പ്രചാരണങ്ങൾ നടത്തുന്ന അവസ്ഥ. ഇതുകൂടാതെ സാധാരണ ജനങ്ങൾക്കിടയിലുള്ള ജനാധിപത്യപരമായ കൊടുക്കൽ വാങ്ങലുകൾ, ആശയപ്രചാരണങ്ങൾ, ഇതിനെ രണ്ടിനെയും വെവ്വേറെ എങ്ങനെ കാണാൻ കഴിയും? ഇത് ഏതാണ് നിയന്ത്രിക്കപ്പെടേണ്ടത്? ഇത് തന്നെയാണ് ചർച്ച. ആ ചർച്ച വഴിമാറിപ്പോകാതിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിനെ സമീപിക്കേണ്ടത്? തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതിനെ വേർതിരിച്ചെടുക്കാൻ എങ്ങനെയാണ് കഴിയുക? ഇതിൽ ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ മാത്രം ഒരു പ്രശ്നമായിട്ട് കാണേണ്ട, ഇപ്പോൾ ഗറില്ല മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇപ്പോൾ തന്നെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ തന്നെ പ്രചാരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മോഡിഫൈയിങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലൂടെ മോഡിയുടെ പേരിൽ ചോക്ലേറ്റുകൾ ഇറങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ്. ഏതാണ്ട് അതുപോലെ മോഡി ലയൺ എന്ന പേരിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സ് ഇറങ്ങുന്നു. മറ്റൊന്ന് സ്മാർട്ട് നമോ എന്ന പേരിൽ മോഡിയുടെ ബ്രാൻഡിലുള്ള
സാഫ്രൺ എന്ന് പറയുന്ന വേറെ ബ്രാൻഡിങ്ങും കൂടെ ഒപ്പം ചെയ്തുകൊണ്ടുള്ള മൊബൈൽ ഫോണുകൾ, സ്മാർട്ട് മൊബൈൽ ഫോണുകൾ ഇറങ്ങുന്നു. അപ്പോൾ ഇത്തരം പ്രോഡക്ട്സുകൾ പണ്ട് ഇത്തരം ക്യൂരിയോസ് ഒക്കെ ഇറങ്ങിയിരിക്കുന്ന വളരെ വില കുറഞ്ഞ സാധനങ്ങളായിരുന്നു. ഒരു പൊട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ബാഡ്ജോ അല്ലെങ്കിൽ ഒരു തൊപ്പിയോ ഒക്കെ മാത്രമായിരുന്നു. ആ സ്ഥാനം ഇന്ന് വളരെ വില കൂടിയ 10,000 മുതൽ 24,000 വരെയോ അല്ലെ അതിന് മുകളിലേക്കോ ഒക്കെ പോകുന്ന സ്മാർട്ട് ഫോണുകൾ, ടാബ്ലറ്റുകൾ ഒക്കെ തന്നെ ഈ ഇങ്ങനെ ബ്രാൻഡ് ചെയ്ത് സ്ഥാനാർത്ഥിയുടെ പേരിൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് BJP ഉയർത്തിക്കാട്ടുന്ന ആളുടെ പേരിൽ ബ്രാൻഡ് ചെയ്തിറക്കുന്നുണ്ട്. ഇത്തരം ഒരു മാർക്കറ്റിങ്ങിന് ഏതാണ്ട് 350 കോടി രൂപയുടെ റീറ്റെയിൽ സ്പേസാണ് ഇപ്പോഴത്തെ കണക്കിലുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ റീറ്റെയിലിംഗ് സ്പേസിൽ തന്നെ ഇത്തരം ഗറില്ല മാർക്കറ്റിംഗ് നടക്കുന്നു. അതിനെ നിയന്ത്രിക്കാൻ എന്താ മാർഗം? ഏത് തരത്തിൽ നിയന്ത്രിക്കാൻ പറ്റും? കാരണം ഇപ്പോൾ ചോക്ലേറ്റ് ഇറക്കുന്ന ആൾക്ക് അയാൾക്ക് നമോ എന്ന പേരിൽ ബ്രാൻഡ് ചെയ്ത് ചോക്ലേറ്റ് ഇറക്കിയാൽ അത് വിറ്റ് പോകുന്നുള്ളതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇറക്കുന്നത്. റൈറ്റ്, തിരിച്ചു വരാം. ശ്രീമതി സുജാ സൂസൻ ജോർജ്, നേരത്തെ ഇവിടെ അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞതുപോലെ അദ്ദേഹം മോഡിയുടെ വലിയ ആരാധകനാണ്, BJPയുടെ പ്രത്യയശാസ്ത്രം പിന്തുടരുന്ന ആളാണ്. അദ്ദേഹം മോഡിയെക്കുറിച്ചുള്ള, മോഡി നടത്തിയിട്ടുള്ള വികസനങ്ങൾ എന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ സ്ഥാനാർത്ഥികളുടെ ആരാധകരും പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരും എല്ലാം തന്നെ അവരവരുടെ പോസ്റ്റുകളിൽ, അവരവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ, ട്വിറ്റർ വഴിയെല്ലാം അവരുടെ പോസ്റ്റുകൾ അടിക്കാം. മാത്രമല്ല സ്ഥാനാർത്ഥി ടൈപ്പ് ചെയ്തിട്ട പോസ്റ്റുകൾ ഷെയർ ചെയ്യാം. ഇങ്ങനെ പലതരത്തിൽ ഇതിൻ്റെ വ്യാപനം സാധ്യമാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് സ്ഥാനാർത്ഥിയുടെ മാത്രം അക്കൗണ്ടുകൾ മോണിറ്റർ ചെയ്തുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുക? അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിൽ അയുക്തികതയില്ലേ? അല്ല, ഈ സോഷ്യൽ മീഡിയയ്ക്ക് വലിയ സങ്കീർണമായൊരവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് അതിന് രണ്ട് മുഖമുണ്ട്. ഒന്ന്, നമ്മൾ ഇവിടെ ചർച്ചയിൽ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ ആശയ ലോകത്ത് വലിയ ജനാധിപത്യ വിപ്ലവം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ. പബ്ലിഷർ ഇല്ലാതെ, എഡിറ്റർ ഇല്ലാതെ, വേറെ ആളുകളെ വിളിച്ചു കൂട്ടാതെ ആശയപ്രചരണത്തിനുള്ള വലിയ ഇടപെടൽ നടത്താം, ജനാധിപത്യപരമായ ഇടപെടൽ നടത്താം. അതിന് വ്യക്തിപരമായി കഴിയും, കൂട്ടായും കഴിയും. അതങ്ങനെ നിൽക്കെ തന്നെ ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ വന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വലിയ പണാധിപത്യം ഇതിനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ജനാധിപത്യ മുഖം നഷ്ടപ്പെട്ടുകൊണ്ട്, ജനാധിപത്യ മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ട് പണാധിപത്യത്തിനും അധികാരത്തിനും വിധേയമായി പോകുന്ന ഒരു മുഖം കൂടി സോഷ്യൽ മീഡിയയ്ക്കുണ്ട്. അത്തരമൊരു സങ്കീർണ അവസ്ഥയിലാണ് നമ്മൾ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അപ്പോൾ പണവും അധികാരവും കൈവശമുള്ളവർക്ക് ഇതിനെ നിയന്ത്രിക്കാനാവുന്നു. എനിക്ക് തന്നെ അനുഭവപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു വിഷ്വൽ മീഡിയയുടെ ഓൺലൈനിൽ ഞാനൊരു അതിഥി കോളത്തിൽ എഴുതിയിരുന്നു. അപ്പോൾ നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ടായിരുന്നു കേരളത്തിൽ വന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അത് ഒന്ന് പോയി നോക്കിയാൽ അറിയാം എത്ര വയലൻസോടുകൂടിയാണ് അതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. 100-200 കമൻറ്റുകൾ അതിനകത്ത് വന്നിരിക്കുന്നതിൽ അടിക്കും, കൊല്ലും തുടങ്ങിയ രീതിയിലാണ് അതിനെ വയലൻസോടുകൂടിയാണ് കാണുന്നത്. അതിപ്പോൾ കയ്യിലുള്ള അധികാരം അല്ലെങ്കിൽ പണത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ജനാധിപത്യ സ്വഭാവമുള്ള സംവാദത്തെ എങ്ങനെ അടിച്ചമർത്താമെന്നുള്ളതിന് എനിക്ക് അനുഭവപ്പെട്ട ഒരു അനുഭവമാണ് ഞാനിവിടെ പങ്കുവച്ചത്. ഇതുപോലെ ഇന്ന് നമ്മൾ കാണുന്ന ജനാധിപത്യ മുഖം ഇല്ലാതായിക്കൊണ്ട് സോഷ്യൽ മീഡിയയുടെ മേൽ ഇത്തരം അധികാരവും പണവും വയലൻസും ഇത് ആധിപത്യം ചെലുത്തുന്ന രീതിയിലേക്ക് പോകാൻ ഒരു സാധ്യതയുണ്ട്. അതിനെ നമ്മൾ ഏതെങ്കിലും കോൺഗ്രസിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ട് അത് 12 കോടിയോളം ആണ്. 9 കോടിയോളം ജനങ്ങൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്നവരുമാണ്. പക്ഷേ നമുക്കറിയാം അത് കൂടുതൽ നഗര കേന്ദ്രിതമാണ്. സുജാ സൂസൻ ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് ജനാധിപത്യ വിരുദ്ധമായ പ്രവണതകൾ കണ്ടുവരുന്നുമുണ്ട്. ആ നിലയ്ക്ക് വളരെ സങ്കീർണമാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചാരണങ്ങൾ എന്നും നമുക്കറിയാം. ഇതിനെ എങ്ങനെയാണ് വരും കാലങ്ങളിൽ ഇനി രാഷ്ട്രീയ കക്ഷികൾ നേരിടാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണങ്ങൾക്കപ്പുറം? നേരത്തെ ഞാനിതിനെ ഒരു രാഷ്ട്രീയ സംവാദമാക്കി വരാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞ പല അഭിപ്രായങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം ഇപ്പോ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ മോഡി തരംഗമാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ തെറ്റാണ്. കാരണം വളരെ ആസൂത്രിതമായി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പെയ്ഡായിട്ടുള്ള ആളുകളെ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിനെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ അനവധി ഉദാഹരണങ്ങൾ നമുക്ക് എടുത്തു കാട്ടാൻ സാധിക്കും. വളരെ ആസൂത്രിതമായി പോസ്റ്റുകൾ ചെയ്യുകയും ലൈക്കുകൾ ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വളരെ ആസൂത്രിതമാണ്. ഇപ്പൊ ഞാൻ അതിനെ സംബന്ധിച്ച് ഒരു ഡിബേറ്റ് തന്നെ നടത്തേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. ഇപ്പൊ രണ്ടാമത്തെ പ്രശ്നം, നമുക്ക് സോഷ്യൽ മീഡിയയെ തള്ളിക്കളയാൻ പറ്റില്ല എന്നത് യാഥാർത്ഥ്യമാണ്.
കാരണം ഇനിയും വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ പങ്കാളിത്തം വർദ്ധിക്കുകയുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഇപ്പൊ ദൃശ്യമാധ്യമങ്ങൾക്കും പത്രമാധ്യമങ്ങൾക്കും റെഗുലേഷൻസ് ഉണ്ടായതുപോലെ നവമാധ്യമങ്ങളുടെ കാര്യത്തിലും എങ്ങനെ ന്യായമായ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും, എങ്ങനെ കൃത്രിമമായ പ്രചരണങ്ങളെ തടയാൻ സാധിക്കും, അപകീർത്തികരമായ പ്രചരണങ്ങളെ തടയാൻ സാധിക്കും എന്നൊക്കെ തരത്തിലുള്ള റെഗുലേഷൻ അതൊരു സ്വാഭാവിക പരിണിതി എന്ന നിലയിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. വളരെ സുദീർഘമായ ഗഹനമായ ചർച്ചകൾ ഈ വിഷയത്തിൽ വേണം. അത് ഒരിക്കലും ഒരു ജനാധിപത്യ സ്വഭാവത്തെ തകർക്കുന്ന തരത്തിലാകരുത് ആ റെഗുലേഷൻസ് എന്ന അഭിപ്രായം എനിക്കുണ്ട്. വളരെ ശ്രീ അൽഫോൺസ് കണ്ണന്താനം, ഈ ചർച്ച അവസാനിക്കുമ്പോൾ ഫേക്ക് ആയിട്ടുള്ള അക്കൗണ്ടുകൾ തുടങ്ങുന്നതിനും ഫേക്ക് ആയിട്ടുള്ള ഫോളോവേഴ്സ് സൃഷ്ടിച്ചു കൊടുക്കുന്നതിനും സർവീസ് നടത്തുന്ന കമ്പനികൾ ധാരാളമുണ്ട് രാജ്യത്തിനകത്തും പുറത്തും. എന്നിരിക്കെ എങ്ങനെയാണ് ഫോളോവേഴ്സിൻ്റെയും ലൈക്കുകളുടെയും അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ നേട്ടങ്ങളെയോ അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റിയോ നമുക്ക് അളക്കുക? അങ്ങനെ ഒരു അടിസ്ഥാനം ഉള്ളപ്പോൾ എങ്ങനെയാണ് മോഡി ഒരു സൂപ്പർ ഹിറ്റാണ് ഗ്ലോബലി എന്ന് താങ്കൾ പറയുക? ഒരു കറക്ഷനുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞപ്പോൾ ഞാൻ മോദിയെ എന്നാ ഉപയോഗിച്ച വാക്കിനെ ആദരിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരെയും ആദരിക്കുകയല്ല. അപ്പോൾ ആ വാക്ക് തെറ്റാ. ആരെ ആദരിച്ചിട്ടില്ല, ഞാൻ ആരെ ആദരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ബഹുമാനിക്കുന്ന ആൾക്കാരാണ്. ആൾക്കാർ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തെങ്കിൽ അവരെ ബഹുമാനിക്കും, അവരെ പ്രൊമോട്ട് ചെയ്യും. ഈ രാജ്യത്ത് നല്ലതാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. അത് വേറെ കാര്യങ്ങൾ. ഫേക്ക് അക്കൗണ്ട് നമുക്ക് അതിനെപ്പറ്റി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ആർക്കും എവിടെ നിന്ന് വേണമെങ്കിലും പ്രവർത്തിക്കാവുന്ന, അഭിപ്രായം പറയാവുന്ന ഒരു മീഡിയ ആണ്. അത് കുറേയൊക്കെ ഫേക്ക് ആവും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. കുറേ ഫേക്കാണ്, കുറേ ശരിയാണ്. അത് ഒരു റിയാലിറ്റിയാണ്. രണ്ടാമത് ഇവിടെ സുജ പറഞ്ഞതുപോലെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീഡിയ. പക്ഷേ സുജ മനസ്സിലാകേണ്ട കാര്യം, സുജ പറഞ്ഞു ഇത് കോടിക്കണക്കിന് രൂപ മുടക്കാക്കിയാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാര്യം കണ്ടിരുന്നത്. സുജ, ഞാൻ വൈകുന്നേരം ഇപ്പോൾ തിരിച്ചു പോയിട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് തുറന്ന് 5 മിനിറ്റ് കൊണ്ട് ലോകത്തെല്ലായിടത്തും എൻ്റെ ഫ്രണ്ട്സിനെ മുഴുവൻ എൻ്റെ ആശയങ്ങൾ അറിയിക്കാൻ വേണ്ടി ഒരൊറ്റ പൈസയുടെ മുടക്ക് പോലും ഇല്ല. അതുപോലെ തന്നെ ലോകത്തിലെ ഈ 6 ബില്യൺ ആൾക്കാർക്കും അവരുടെ ഇൻ്റർനെറ്റ് തുറന്ന് അവരുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി ഒരൊറ്റ പൈസയിൽ പോലും മുടക്കില്ല. അപ്പം ലോകത്തിൽ ഇന്ന് യാതൊരു പൈസയുടെ മുടക്കില്ലാത്ത ഏക മീഡിയ എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയാണ്. യെസ്, അതിന് ആരും എതിര് പറഞ്ഞിട്ടുമില്ല ശ്രീ അൽഫോൺസ് കണ്ണന്താനം. ശ്രീ സെബിൻ ജേക്കബ്, ഈ ചർച്ച അവസാനിപ്പിക്കും മുൻപ് ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും സോഷ്യൽ മീഡിയ വലിയ സ്വാധീനം ചെലുത്തും എന്ന് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമാണ്. എപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയുടെ സ്വാധീനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നരേന്ദ്രമോദിയിലേക്ക് തന്നെ പോവുകയും ചെയ്യുന്നു. അതിൻ്റെ അപകടകരമായ സൂചനകൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ സോഷ്യൽ മീഡിയയെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്ന് തന്നെയായിരിക്കും രാഷ്ട്രീയ കക്ഷികളുടെ ഒരു പ്രധാന നോട്ടം. അത് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക? പ്രത്യേകിച്ച് നഗരകേന്ദ്രിതമായിരിക്കും ഇതിൻ്റെ പ്രചാരണ രീതികൾ എല്ലാം തന്നെ എന്നും കാണാം. അവിടെ പിറകോട്ട് പോകുന്നത് ആരായിരിക്കും, മുൻപോട്ട് വരുന്നത് ആരായിരിക്കും എന്നതൊക്കെ മറ്റൊരു ചർച്ചാ വിഷയം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് സോഷ്യൽ മീഡിയ നിയന്ത്രിക്കാൻ പോകുന്നത്? ഇല്ല, സോഷ്യൽ മീഡിയ തെരഞ്ഞെടുപ്പിനെ ആകെ നിയന്ത്രിക്കും എന്നൊരു ധാരണ എനിക്കില്ല. സോഷ്യൽ മീഡിയയിലുള്ളത് 2 തരം സ്വഭാവങ്ങളാണ്. ഒന്ന്, സോഷ്യൽ മീഡിയയിലെ നോയ്സ് വളരെ കൂടുതലാണ്. മറ്റ് മാധ്യമങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒത്തിരി ബഹളങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ തെരഞ്ഞെടുപ്പിനെ അങ്ങനെ കയറി സ്വാധീനിച്ച് കളയുമെന്നൊരു ധാരണ വെച്ച് പുലർത്തുന്നത് ശരിയല്ല. പിന്നെ ഇപ്പോൾ ഈ ഫേക്ക് ഫോളോവേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. ഈ ഫേക്ക് ഫോളോവേഴ്സ് അല്ല വാസ്തവത്തിൽ ഇവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുന്നത്. പകരം ഇതിനകത്ത് ഇപ്പോൾ 1 ലക്ഷം ഫോളോവേഴ്സ് മോഡിക്കുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു 10,000 പേര് ഒറിജിനൽ ഫോളോവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ അത് റീകാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ മോഡിയുടെ സന്ദേശം റീകാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫോളോവേഴ്സ് ആരെങ്കിലും വീണ്ടും എടുത്ത് റീകാസ്റ്റ് ചെയ്താൽ, അപ്പോൾ ആ തരത്തിലാണ് ഇതിൻ്റെ പ്രചരണം പോകുന്നത്. ഇത് മോഡിയുടെ കാര്യത്തിൽ മാത്രമല്ല, രാഹുൽ ഗാന്ധി ആയിരുന്നാലും അതല്ല ഇനി CPIM-ൻ്റെ ഒരു വെബ് ഹാൻഡിലായിരുന്നാലും ആരാണ് അവിടെ പ്രവർത്തിക്കുന്നത് അവർ നേരിട്ട് പറയുന്ന കാര്യമല്ല. ഇതിനകത്ത് ഒരു ഓതൻറ്റിസിറ്റി ഉണ്ടാവുന്നത് നമ്മളെ പിയർ ഗ്രൂപ്പുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് പ്രധാനമായിട്ട് സോഷ്യൽ നെറ്റ്വർക്കിങ്ങിൽ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ പിയർ ഗ്രൂപ്പിലുള്ള ഒരാൾ പറയുന്നതിനോടാണ് നമ്മൾ കൂടുതൽ അടുപ്പം കാണിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവ് പറയുന്നത്. സുജ, നിലവിൽ തന്നെ മാധ്യമങ്ങൾക്ക് മേൽ റെഗുലേഷൻസ് ഉണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ. അങ്ങനെയുള്ളപ്പോൾ സോഷ്യൽ മീഡിയ കൂടി അതിൻ്റെ പരിധിയിൽപ്പെടുത്തുന്നത് കൊണ്ട് കൂടുതലായി എന്തെങ്കിലും അപകടമുണ്ട് എന്ന് എങ്ങനെ കരുതാം? കൃത്യമായി ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ എന്താണ്
ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ലെങ്കിൽ കൂടി എൻ്റെ അഭിപ്രായം നിലവിൽ മാധ്യമങ്ങളുടെ മേൽ എന്തൊക്കെ റെഗുലേഷൻസ് ഉണ്ടോ അത്തരം റെഗുലേഷൻസ് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലും കൊണ്ടുവരുന്നതിൽ തകരാറില്ലെന്നാണ്. അപ്പോൾ അത് തീർച്ചയായും മറ്റാളുകൾക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പണവും അധികാരവും വയലൻസും ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കുന്നവർക്ക് നിയന്ത്രണം കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല വ്യക്തിഹത്യ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരിടമാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ യാതൊരു അടിസ്ഥാനവുമില്ല, ഫേക്ക് ഐഡിയ പോലെ തന്നെ ഫേക്ക് ആശയങ്ങൾ കൊണ്ട് വ്യക്തിഹത്യ നടത്താവുന്ന ഒരു സ്ഥലമാണിത്. ഇത്തരം കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. ഇതിപ്പോൾ ഏജൻസികൾ വഴിയല്ല യഥാർത്ഥത്തിൽ നിയന്ത്രണം വരേണ്ടത്. ജനാധിപത്യ സ്വഭാവം ഒരു സമൂഹം എത്രമേൽ ആർജിക്കുന്നുവോ അതിനനുസരിച്ച് സ്വയം നിയന്ത്രണമാണ് യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ കഴിയുള്ളൂ. അപ്പൊ അത്തരത്തിൽ വേണം ഇന്ത്യ കൂടുതൽ വളരെയധികം നന്ദി ശ്രീമതി ജനാധിപത്യപരമായ സുജാ സൂസൻ ജോർജ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയതിനൊപ്പം തന്നെ ശ്രീ അൽഫോൺസ് കണ്ണന്താനം, ശ്രീ സെബിൻ ജേക്കബ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. ശ്രീ എം ലിജു.